ചിന്ന ചിന്ന ആസ് ഇസ് എ ഫീൽ ഗുഡ് ഫിലിം. ബിഫോർ സൺറൈസ് ഒക്കെ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയില്ലേ, ഒരു കോൺവെർസേഷൻ ബേസ്ഡ് ആയിട്ട് പോകുന്ന ഒരു പടമാണ്. അപ്പോൾ രണ്ട് പേര് വാരണാസിയിൽ വെച്ച് കണ്ടുമുട്ടുന്നു. അപ്പോൾ അവർ തമ്മിലുള്ള കോൺവെർസേഷൻ അബൌട്ട് ലൈഫ്, അങ്ങനെ അവരുടെ ലൈഫ്, അവർ തമ്മിലുള്ള ഇൻട്രാക്ഷൻസ്, അങ്ങനെയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ഫീൽ ഗുഡ് ഫിലിമാണ് ചിന്ന ചിന്ന ആസൈ. ഇപ്പോൾ ഇന്ദ്രൻസും അതുപോലെയാണ് അതിൽ അഭിനയിച്ചിട്ടുള്ളത്. കണ്ടിരിക്കാൻ നല്ല രസമാണ്. അപ്പോൾ അതായത് ഇപ്പോൾ ഇവർ തമ്മിലുള്ള ഇൻട്രാക്ഷൻസും വാരണാസിയിലെ ചില ഫ്രെയിംസും ഇതൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമാണ്. ഇപ്പോൾ 2 മണിക്കൂർ ലെങ്ത്തുള്ള ഈ പടത്തിൽ ഇങ്ങനെ ബ്രീസ്ലി ഇങ്ങനെ കണ്ട് പോകും ഈ പടം. പക്ഷെ എന്നാൽ പോലും കുറച്ച് നെഗറ്റീവ്സ് ഈ പടത്തെ പറ്റി പറയാനുള്ള ഒരു മേജർ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലെ മേജർ കോൺവെർസേഷൻസ് എല്ലാം ഇനി തമിഴാണ്. അപ്പോൾ ഒരു മലയാളം മൂവിയിൽ ഒരു തമിഴ് ഓഡിയൻസിനെ എക്സ്പെക്ട് ചെയ്യാൻ പാടില്ലല്ലോ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നായിക ഇതിൽ തമിഴാണ്. സോ ഇവർ പറയുന്ന എല്ലാ ഡയലോഗും തമിഴാണ്. എനിക്കൊന്നും മലയാളത്തെക്കാൾ കൂടുതൽ കോൺവെർസേഷൻസ് തമിഴാണ് ഈ പടത്തിലെന്ന് തോന്നുന്നു. സോ അത് തമിഴ് അത്ര അറിയാത്ത ഒരാളെന്ന നിലയിൽ എനിക്കൊരു എന്താ പറയുക, ഒരു നെഗറ്റീവായിട്ട് തോന്നി. ഇറ്റ് ഹാസ് ഷുഡ് ബി ഇൻ മലയാളം, കാരണം ഇറ്റ്സ് എ മലയാളം ഫിലിം റൈറ്റ്. സോ അങ്ങനത്തെ ഒരു കാരണം. പിന്നെ രണ്ടാമത്തെ ഒരു കേസ് ഇതിൻ്റെ അവസാനത്തെ ക്ലൈമാക്സ് അത്ര ഒരു ഡാർക്കിലേക്ക് പോകേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഫിലിമാണ്. സോ അങ്ങനെ തന്നെ കീപ്പ് ചെയ്ത് അങ്ങനത്തെ ഒരു എൻഡിങ് തന്നാൽ കുറച്ചുകൂടി ബെറ്റർ ആയെന്ന് എനിക്ക് തോന്നി. ബട്ട് ഇറ്റ്സ് മൈ പെർസ്പെക്റ്റീവ്, എൻ്റെ വ്യൂ. മേക്കേഴ്സിന് അവരുടേതായ ഒരു വ്യൂ ഉണ്ടല്ലോ. എന്തായാലും മൊത്തത്തിൽ ഇപ്പോൾ BGM ആണെങ്കിലും വിഷ്വൽസ് ആണെങ്കിലും ആക്ടിങ് ആണെങ്കിലും നല്ല രസമുള്ള ഒരു പടമായിരുന്നു. ചുമ്മാ കണ്ടിരിക്കാം. മൈ റേറ്റിംഗ് വിൽ ബി 3.5 ഔട്ട് ഓഫ് 5. 2 hours ഉള്ളൂ. ജിയോ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീം ചെയ്യുന്നുണ്ട്. അപ്പം ചുമ്മാ അങ്ങനെ ഒരു ടൈം സ്പെൻഡ് ചെയ്യാൻ ഒരു ഫീൽ ഗുഡ്, എക്സാക്ട് ഫീൽ ഗുഡ് എന്ന് പറയില്ലേ, നമുക്ക് കണ്ടിരിക്കാൻ ഒരു സന്തോഷമുള്ള പടം.